പുല്ലൂർ താളിക്കുണ്ട് ചെറിയയിടച്ചി താനത്തിങ്കാൽ വയനാട്ടുകുലവൻ ദേവസ്ഥാനം വയനാട്ടുകുലവൻ തേംകെട്ട് മഹോത്സവത്തിന് ഭക്തിയുടെ നിറവിൽ തുടക്കമായി. കലവറനിരക്കൽ ഘോഷയാത്ര ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ നടന്നു. ബുക്ക്ലെറ്റ് പ്രകാശനവും ഓഡിയോ ഗാനത്തിന്റെ ലോഞ്ചിങ്ങും നടന്നു. പുല്ലൂർ താളിക്കുണ്ട് ചെറിയയിടച്ചി താനത്തിങ്കാൽ വയനാട്ടുകുലവൻ തേംകെട്ടിന് മുന്നോടിയായി കലവറനിരക്കൽ ഘോഷയാത്ര നടന്നു. 10, 11, 12 തീയതികളിലായാണ് തേംകെട്ട് മഹോത്സവം നടക്കുന്നത്. വിവിധ ക്ഷേത്രങ്ങളിൽ നിന്നുള്ള ആചാരസ്ഥാനികരുടെയും തറവാട്ടുകാരുടെയും ആഘോഷ കമ്മിറ്റി ഭാരവാഹികളുടെയും സാന്നിധ്യത്തിൽ ആചാരക്രമങ്ങളോടെയാണ് ഞായറാഴ്ച രാവിലെ കന്നിക്കലവറ നിറയ്ക്കൽ ചടങ്ങ് നടന്നത്. ശ്രീ രവീന്ദ്രൻ നമ്പ്യാർ നെടുമ്പട്ടമേൽ അടിയന്തരമായി ആഘോഷ കമ്മിറ്റി ഓഫീസുമായി ബന്ധപ്പെടുക. സാഫല്യത്തിന്റെ പൂർത്തീകരണമെന്ന പദം മാർച്ച് 10, 11, 12 തീയതികളിൽ അതിദീപനായ ശ്രീ വയനാട്ടുകുലവന്റെയും പരിവാര ദൈവങ്ങളുടെയും ഉറഞ്ഞാട്ടത്തിന് വേദിയാവുകയാണ്. അടോട്ട് മൂത്തേടത്ത് കുതിര പഴയസ്ഥാനം, ഇടച്ചിയിൽ വരപ്രവൻ തറവാട്, വിഷ്ണുമംഗലം മഹാവിഷ്ണു ക്ഷേത്രം, കൊടവലം മഹാവിഷ്ണു ക്ഷേത്രം, കരക്കുകുണ്ട് മുത്തപ്പൻ മടപ്പുര, മധുരമ്പാടി മുത്തപ്പൻ മടപ്പുര, താളിക്കുണ്ട് വിഷ്ണു ചാമുണ്ടേശ്വരി ദേവസ്ഥാനം, കാട്ടുകുളങ്ങര കുതിരക്കാളിയമ്മ ദേവസ്ഥാനം, മണ്ണട്ട അരയാൽവളപ്പ് ഗുളികൻ ദേവസ്ഥാനം, വരയില്ലം അയ്യപ്പ ഭജന മന്ദിരം, കണ്ണാങ്കോട്ട് ഭഗവതിക്കാവ്, കൊടവലം പുതിയപുര തറവാട്, കൊടവലം മഹാവിഷ്ണു ക്ഷേത്രം, എക്കാൽ പ്രാദേശിക സമിതി, അടോട്ട് കഴകം മാണിക്കോത്ത് പ്രാദേശിക സമിതി, നെല്ലിക്കാട്ട് വയനാട്ടുകുലവൻ ദേവസ്ഥാനം, നെല്ലിത്തറ ധർമ്മശാസ്ത്ര ക്ഷേത്രം, കേളൂത്ത് എക്കാൽ തറവാട് എന്നിവിടങ്ങളിൽ നിന്നും കലവറ നിറയ്ക്കൽ ഘോഷയാത്രകൾ എത്തി. വാദ്യമേളങ്ങളുടെയും മുത്തുകുടകളുടെയും അകമ്പടി കലവറ നിറയ്ക്കൽ ഘോഷയാത്രയ്ക്ക് കൊഴുപ്പേകി. നിരവധി ഭക്തജനങ്ങളാണ് കലവറ നിറയ്ക്കൽ ഘോഷയാത്രയിൽ പങ്കാളികളായത്. വയനാട്ടുകുലവൻ തേംകെട്ട് മഹോത്സവത്തിന്റെ ഭാഗമായുള്ള ബുക്ക്ലെറ്റിന്റെ പ്രകാശനം ആഘോഷ കമ്മിറ്റി ചെയർമാൻ സി രാജൻ പെരിയ, അടോട്ട് മൂത്തേടത്ത് കുതിര പഴയസ്ഥാനം പടാർകുളങ്ങര ഭഗവതി ദേവസ്ഥാന കാരണവർ രാമകൃഷ്ണൻ കാരണവർക്ക് നൽകി പ്രകാശനം ചെയ്തു. ദേവസ്ഥാനത്തെക്കുറിച്ച് പുഷ്കരൻ താളിക്കുണ്ട്, കെ വി പുരുഷോത്തമൻ പുതിയകണ്ഠം എന്നിവർ രചിച്ച് പുഷ്കരൻ താളിക്കുണ്ട് സംഗീതം നൽകി. അഭിലാഷ് വിഷ്ണുമംഗലം, സുരേഷ് താളിക്കുണ്ട് എന്നിവർ ചേർന്ന് ആലപിച്ച എന്റെ പൊന്നു തമ്പുരാൻ എന്ന ഓഡിയോ ഗാനത്തിന്റെ പ്രകാശനവും ആഘോഷ കമ്മിറ്റി ചെയർമാൻ സി രാജൻ പെരിയ നിർവഹിച്ചു. ഏറെ സന്തോഷത്തോടു കൂടിയാണ് നമ്മുടെ ഇന്നത്തെ കലവറ ചടങ്ങ് നടന്നുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായും പുല്ലൂർ അതുപോലെ തന്നെ താളിക്കുണ്ട് ഈ പ്രദേശത്തെ നൂറ്റാണ്ടുകളുടെ കാത്തിരിപ്പിന് ശേഷമാണ് ശ്രീ വയനാട്ടുകുലവൻ ദൈവകെട്ട് നടക്കുന്നതും. ആദ്യത്തെ ചടങ്ങായ കലവറ നടക്കൽ ചടങ്ങ് രാവിലെ 8:45 മുതൽ ഈ സമയം വരെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നാടിൻ്റെ നാനാഭാഗത്തു നിന്നും എത്തിയ നമ്മുടെ സഹോദരിമാരും അവരോടൊപ്പം എത്തിയ സഹോദരന്മാരും ഒക്കെ ഈ സംഘാടക സമിതിയുടെ നന്ദിയും കടപ്പാടും ആദരപൂർവ്വം അറിയിച്ചു കൊള്ളുന്നു. ഇനിയുള്ള ദിവസങ്ങളിൽ 10,000-കണക്കിന് ഭക്തജനങ്ങൾ ഈ ദേവസ്ഥാനാങ്കണത്തിൽ എത്തിച്ചേരുമ്പോൾ അവർക്കൊക്കെ അന്നദാനം നൽകിക്കൊണ്ട് തിരിച്ചയക്കേണ്ട ബാധ്യതയുടെ ഭാഗമായി നിങ്ങളും ഇതിൽ പങ്കുചേർന്നതിന് ഞാൻ ഒരിക്കൽ കൂടി അഭിനന്ദിക്കുകയാണ്. അതുപോലെ തന്നെ ഇന്നത്തെ ഈ സുദിനത്തിൽ ഒരുപാട് കഷ്ടപ്പെട്ടുകൊണ്ട് ദേവന്റെ ചൈതന്യത്തെയും വിശ്വാസത്തെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള 2 പാട്ടുകൾ എഴുതി അതിന് ഈണം നൽകി ഇന്ന് പ്രകാശനം ചെയ്യാൻ താല്പര്യപ്പെട്ട മഹത് വ്യക്തികളെ അവരെ ഞാൻ ഈ തൊണ്ടച്ചന്റെ പേരിലും ഈ തറവാടിന്റെ പേരിലും സംഘാടക സമിതിയും പ്രത്യേകം പ്രശംസിക്കുകയാണ്. ഏറ്റവും വളരെ മനോഹരമായ രീതിയിൽ അതിലത്തെ ലേഖനങ്ങളും അതിലത്തെ ഫോട്ടോകളും ഒക്കെ പതിച്ച് നന്നായി പ്രവർത്തിച്ച
പബ്ലിസിറ്റിയുടെ കമ്മിറ്റിയെയും ഈ സന്ദർഭത്തിൽ അഭിനന്ദിക്കുകയാണ്. തീർച്ചയായും ഇത്രയും മനോഹരമായ പ്രവർത്തിക്കുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. തീർച്ചയായും അതിന്റെ അണിയറയിൽ പ്രവർത്തിച്ച് ഇത്രയും സാമ്പത്തിക സ്വരൂപണം നടത്താൻ വേണ്ടി പ്രയത്നിച്ച അതിന്റെ അണിയറ പ്രവർത്തനത്തെ മുഴുവൻ ആൾക്കാരെ അഭിനന്ദിക്കുന്നതോടൊപ്പം ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്.